ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്. കോഴിക്കോട്, കണ്ണൂർ എല്ലായിടത്തുള്ള ഫുഡെല്ലാം കഴിച്ചുള്ള ഒരു യാത്രയാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂരിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഒരു ഉടായ്പില്ല ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂരിൽ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. പ്ലാൻ എ ബ്രേക്ക്ഫാസ്റ്റ്, അത് കണ്ണൂരിൽ നിന്ന് തന്നെ. എന്താ യെസ്, ഇത് എൻ്റെ വ്ളോഗാണ് ഗൈസ്, ഫുഡ് വ്ളോഗ്. ഇതാണ് നമ്മളെ സഹായിച്ച ഗൈസ് ഈ ട്രിപ്പിന്. താങ്ക് യു ഗൂഗിൾ. ഇന്നലെ MR എന്ന ഫുഡ് കഴിച്ച കണ്ണൂർ. നല്ല ഫുഡ്, സൂപ്പർ ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കണ്ണൂരിലൊരു ഹോട്ടലിൽ ഇറങ്ങി. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ സത്യം. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മീൻസ്. ആ ഹോട്ടലിൽ കയറിയില്ല, വേറൊരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേരെന്തോ ഇല്ല, ഒരു ഹോട്ടൽ. ബോർഡൊന്നും കറക്റ്റല്ല, ബട്ട് ഹോട്ടൽ സോറി. ഇവിടെ ഉണ്ടല്ലോ നല്ല ചൂട് പൊറോട്ടയും മീൻകറി രാവിലെ. ഇതൊക്കെ ഉണ്ട്, അപ്പം ഉണ്ട്, പൂരിയുണ്ട്. ഞാൻ അപ്പുറത്തെ പ്ലേറ്റ് വൈകിട്ടാണ് പറയണത്. അയലക്കറി, പൊറോട്ട, ചിക്കൻ, നെയ്പത്തിരി, ചിക്കൻ പാർട്സ്, ചിക്കൻ പെപ്പർ ചിക്കൻ, പിന്നെ എന്തോ പൊറോട്ട, പൂരി, ദോശ, നെയ് റോസ്റ്റ്. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ എന്തെങ്കിലും നമ്മളതിൽ സ്പെഷ്യൽ സാധനം എടുത്ത് കണ്ടാൽ അതങ്ങ് കയ്യിൽ വാങ്ങും. പിന്നെ ആ ദിവസം ഫുള്ള് അതവൻ്റെ കയ്യിലാണ് തന്നെ. തിരിച്ചു തന്നെ കേട്ടാ. ഗുഡ് ബൈ. ദോശ പറഞ്ഞാൽ പത്ത് ദോശ. എല്ലാം ഋഷി തൊട്ടുപോലെ അല്ല, പൂരി അല്ല, പൂരി അല്ല ഇത്. പൂരിയുണ്ട്, പത്തിരി. കൊള്ളാം. ഫസ്റ്റ് ടൈം ട്രൈ. പത്തിരി, അയലക്കറി. വേറെ സാധനം കേട്ടോ. ചിക്കൻ എന്തോ ചിക്കൻ ഉണ്ടപ്പോയി. ചിക്കൻ ഉണ്ടപ്പോയി പൊടില്ല. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാൻ മനസ്സിലായി. പറഞ്ഞ വെറൈറ്റി ഇവിടുത്തെ ഐറ്റം ഇലയപ്പുണ്ടല്ലോ. ഫുൾ ഫിൽഡ് സൂപ്പർ ആണ്. നൈസ് ഫുഡ്. ഫിനിഷ്. നൈസ്. അങ്ങനെ പ്ലാൻ എ കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു, ഒരു കുറ്റവും ഇല്ല പറയാൻ. അടുത്ത വീണ്ടും പ്ലാൻ എ കോഴിക്കോട് ബിരിയാണി. 2 സെറ്റ് നെയ്പത്തിരി, പൊറോട്ട, ഒരു പൊറോട്ട, പിന്നെ എന്താ വെച്ചാൽ 2 നെയ് റോസ്റ്റ്, അശ്വിനി 3 ദോശ, 1 എഗ്ഗ്, 4 ചായ, പിന്നെ ഒരു ചിക്കൻ റോസ്റ്റ്, ഒരു അയലക്കറി. ചിക്കൻ നിറച്ച ഒരു സാധനം കാണിച്ചില്ല, അത് ഇലയപ്പം ഇല്ലല്ലോ അവിടെ. ഇല്ല, എവിടെ ഇരിക്കണേ? ഐശ്വ പോയി വാങ്ങിട്ടോ. അപ്പോ ഞാൻ പോ. 2 ഇലയപ്പം കൂടെ വാങ്ങാം ഗൈസ്. വീണ്ടും അവിടെ നിന്ന് കയറിയിട്ട് ഇറങ്ങി. ഇലയുടെ ഇല്ല. ഇലയുടെ ഇല്ലടേ, ഇലയുടെ ഇല്ല.
അത് ഇല പൊതിഞ്ഞ് ഇലയെല്ലാം കൂടെ വെട്ടി വെച്ച് ഹായ് ഋഷി ഒരു ഹായ് പറഞ്ഞേ ഋഷി ഹായ് ഹലോ ഹലോ ഗൈസ് മഞ്ഞ ഫുൾ മഞ്ഞ മുഖത്തതാ മഞ്ഞ അടിക്കുന്നു മറ്റേ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കോഴിക്കോട് എത്തുക അവിടുന്ന് ബിരിയാണി കഴിക്കുക അതാണ് പ്ലാൻ എയും പ്ലാൻ ബി ഒന്നുമില്ല എല്ലാം പ്ലാൻ എ ഉള്ളൂ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ നിന്ന് കഴിക്കും നിന്നായാലും കഴിക്കും പിന്നെ ജ്യൂസ് വല്ല പോകണം അല്ലേ ആസിഫിന്റെ അവിടെ ജ്യൂസോ എന്ന് പറയുന്ന ഒരു എന്തോ റെസ്റ്റോറന്റ് അല്ലേ അച്ചു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഓൾറെഡി എറണാകുളം ഉണ്ട് പിന്നെ ആലപ്പുഴ പിന്നെ ഉള്ളത് കോഴിക്കോട് 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു സോ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആസിഫിനെ വിളിച്ചിട്ടുണ്ട് സോ ജ്യൂസ് പോലും കയറും എല്ലാം പറഞ്ഞ് ആസിഫ് ആരെന്ന് പറഞ്ഞില്ല ആസിഫ് നമ്മളൊരു ഫ്രണ്ടാണ് ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടാണ് ആസിഫിനെ അറിയാമെന്നുള്ളൊരു മിക്കവാറും കവടിയാർ ഭാഗത്തുള്ളവരായിരിക്കും പിന്നെ നമ്മൾ കവടിയാർ വെള്ളാമ്പലം ട്രിവാൻഡ്രത്ത് ചിലർക്കൊക്കെ മിക്കവർക്കും അറിയായിരിക്കും ഏറ്റവും കൂടുതലും കവടിയാർ ആ ഭാഗത്തുള്ളവർക്ക് അറിയായിരിക്കും ആസിഫ് ഒരു ചായ ബോഗിയുടെ ഓണറാണ് ചായ ബോഗി ചായക്കടയുടെ ഓണറാണ് നല്ല ഫ്രണ്ടാണ് സോ ആസിഫിൻ്റെ ഒരു വേറൊരു സംരംഭമാണ് ജ്യൂസോ ആസിഫിൻ്റെ ഒരു പാർട്ണർഷിപ്പ് കുറേ ഫ്രണ്ട്സൊക്കെ കൂടെ നടത്തുന്ന ഒരു സംഭവമാണ് ജ്യൂസോ നമ്മൾ ഫസ്റ്റ് ടൈം പോകാണ് കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് സോ ആസിഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആസിഫ് ലൊക്കേഷൻ പറഞ്ഞു തന്നു നമ്മൾ അവിടെയും ഗെറ്റ് റെഡി ഇനിയൊരു അരമണിക്കൂറേ ഉള്ളൂ 20 കിലോമീറ്റർ നമ്മൾ നേരെ കോഴിക്കോട് ബിരിയാണി കഴിക്കാൻ നമ്മള് ടൗൺ കയറിയിട്ടില്ല കോഴിക്കോട് റോഡ് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു ആഗ്രഹം മാക്സിമം ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുക പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡയറ്റ് ആയിരിക്കും കോഴിക്കോടെത്തി കോഴിക്കോട് ഒരു കുഴപ്പമില്ല ഇതല്ലേ മുട്ടായി തരും വാച്ചു ഇതാണ് മുട്ടായി തരും എടുത്താ കാണണല്ലോ മുട്ടായി തരും എന്താണെന്ന് ചെയ്തൊന്ന് വീഡിയോ എടുക്കൂ ഈ സൈഡ് റൈറ്റ് സൈഡ് This is Mananchira Square. Oh no. Yes guys, പാരഗൺ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് തിരക്കൊന്നും അറിഞ്ഞൂടാ എന്തോ പറ്റി എന്റെ അടുത്ത് എന്താ കുഴപ്പം ഇവിടെയാ നമ്മൾ വന്നിരുന്നത് കാണണോ നിനക്ക് എന്റെ അടുത്ത് എന്താ കുഴപ്പം നിനക്ക് ഇതൊക്കെ ബൈക്കിൽ കൊണ്ടുപോകാൻ പാരഗൺ ഫുഡ് കഴിക്കാൻ വന്നു നമ്മൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഹായ് ടോക്കൺ നമ്പർ 15-17 എന്നാണ് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ അശ്വിന എവിടെ അച്ചു പറയൂ പ്ലീസ് സ്റ്റോപ്പ് നല്ല തിരക്കുണ്ടോ കേട്ടോ ഇത്ര മാത്രം തിരക്കാം അങ്ങനെ വെയിറ്റ് ചെയ്ത് വിളിച്ച് അങ്ങനെ പാരഗണിൽ കയറാൻ പറ്റി ഒരുപാട് ലേറ്റായി years ആയി പാരഗൺ സ്റ്റാർട്ട് ചെയ്തത് എന്തോ ആദ്യം ഇത് ഋഷിക്കെല്ലാം വയ്ക്കണം കമ്പനാൻ വയ്ക്കില്ല അതേപോലെ അവൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും നാളെ വേണം ഋഷി
അവൻ കഴിക്കണോ? ട്രിവാൻഡ്രത്തുള്ളത് ഉള്ളൂർ റോഡ് കേശവ തിന്നത് ഏറ്റവും നല്ല രസമുണ്ടായിരിക്കും. ഇത്രയും ഹെവി ആയിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത്. സംഭവം പൊളി. ഫുള്ളിരുന്ന് കഴിച്ചു. എങ്ങനെയുണ്ടോ ബിരിയാണി? ശനി ബിരിയാണി പാർസൽ ചെയ്തു. ഞാൻ ഫുള്ള് കഴിച്ചു. ഡിന്നറും ഇല്ല, ഒന്നുമില്ല. ഓവർലോഡ്. 1350 ഇനി വേണ്ട കളിയാ. അയ്യോ എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? ഋഷി ബിരിയാണി എങ്ങനെയുണ്ട്? ഋഷി സൂപ്പർ എന്ന് പറഞ്ഞ ബിരിയാണി കൊള്ളാമോ? കൊള്ളാമോ? അടുത്ത നേരെ മുട്ടായി തെരുവിലോട്ട്. സോറി ഗൈസ്, ഒരുപാട് ലേറ്റായി പോയി. മുട്ടായി തെരുവിലൊക്കെ പോയിരുന്നു. നമ്മളല്ല, ഫ്രണ്ട്. സോ നമുക്ക് ജ്യൂസയിൽ പോകാൻ പറ്റിയില്ല. ജ്യൂസയിൽ പോകാനുള്ള മെയിൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. സോ ഇനി ഇവിടുന്ന് റൺ ചെയ്ത് നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രത്ത് പോകണം. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ജ്യൂസയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം വേറെ ദിവസം പ്ലാൻ ചെയ്യണം. ആലപ്പി. ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. തൂക്കി പറഞ്ഞിട്ട് എന്നിട്ട് തങ്കോ വാങ്ങ തങ്കോ ഇനി അടുത്ത വിളിച്ചോളാം. അതിന് വരും. ഇനി വീടെത്തിയല്ലോ. അടുത്ത ട്രിപ്പ്. ബൈ ബൈ. ഹായ്. ഓ, എന്റെ വീട്ടിൽ പോണ സന്തോഷം. ഞാൻ വേണ്ടതെത്തിയതാ. ഞാനാ എന്നോട് ചോദിക്കാതിരിക്കുന്നത്.